ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരടുത്ത് ഞാൻ പങ്കുവയ്ക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് പറയാൻ കാരണം വേറൊന്നല്ല, നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് ദർശനത്തിനായിട്ട് നമ്മൾ ചില പ്രത്യേക സമയങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രത്യേക മാസങ്ങളിൽ അങ്ങനെയൊക്കെ പോകാൻ, അതായത് ചിലപ്പോൾ ആ സമയങ്ങളിൽ നട തുറപ്പുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം നട തുറക്കുന്ന ക്ഷേത്രങ്ങളും അങ്ങനെ പലതരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്കുള്ളത് കൊണ്ട് അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ പ്രത്യേകം ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നവരാണെങ്കിൽ പോകാനായിട്ട് ശ്രമിക്കും അല്ലേ. ഉത്സവകാലങ്ങൾ, അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും വിശേഷങ്ങൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ സമയം ഭഗവത് ചൈതന്യം അല്ലെങ്കിൽ ദേവി ചൈതന്യം കൂടും എന്നാണ് പറയുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നമ്മളൊന്ന് ആ ക്ഷേത്രവും അതിലെ ആചാരങ്ങളാണെന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ആ ഒരു ചൈതന്യത്തിനെയും കാണാനായിട്ട് ശ്രമിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ അനുഷ്ഠിച്ച് പോരുന്ന ആചാരങ്ങളും കാര്യങ്ങളും നമ്മൾ മനസ്സുകൊണ്ട് അവിടേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മൾ ശ്രമിക്കാനായിട്ടും അതുപോലെ തന്നെ മനസ്സുകൊണ്ട് എത്തിച്ചേരുന്നതും ഒക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ സമയങ്ങളൊന്നും നോക്കാതെ നമ്മൾ എത്തിച്ചേരാൻ ഇഷ്ടപ്പെടുന്ന ഒരിടമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് അല്ലേ. ഗുരുവായൂർ മണ്ണിലേക്ക് ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയാണ്. അപ്പോൾ ഗുരുവായൂർ മണ്ണിലേക്ക് മാത്രമല്ല, നമ്മളിങ്ങനെ ക്ഷേത്രങ്ങളിലേക്ക് അതാത് സമയങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അല്ലെങ്കിൽ എത്തിപ്പെടാനായിട്ട് ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ക്ഷേത്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഉള്ളൊരു മാനസിക സമാധാനം അല്ലെങ്കിൽ ഒരു പ്രത്യേക അനുഭൂതി, ആ ഒരു ഫീലിംഗ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. ചില സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരുപാട് ദുരിതങ്ങളൊക്കെ നമ്മൾ ചെല്ലുന്ന ദൈവ ചൈതന്യത്തിനോട് നമുക്ക് പറയാനായിട്ടുണ്ടായിരിക്കാം. പക്ഷെ ചില സമയങ്ങളിൽ നല്ല, പക്ഷെ അവിടെ എത്തിപ്പെടുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല അല്ലേ. അപ്പം ഞാനെന്താ ചിന്തിക്കാറ് വെച്ചാൽ, എല്ലാം ദൈവമേ നീ ആയിട്ടല്ലേ തരുന്നത്, അപ്പം നിന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം നിനക്കറിയാലോ എന്ന് മാത്രം ഞാൻ ഇപ്പം ചിന്തിക്കാറുള്ളൂ കേട്ടോ. കാരണം ചിലപ്പോൾ നമുക്ക് ആ തിരുമുമ്പിൽ നമ്മൾ ഓടിയെത്തണ സമയത്ത് നമ്മളെ അവിടുന്ന് ആട്ടിപ്പായിക്കണ പോലെ ആട്ടിപ്പായിക്കുക, അല്ലെങ്കിൽ തിക്കും തിരക്കും മൂലം നമുക്ക് മനസാന്നിധ്യമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരു സാഹചര്യം കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത്. കാരണം ദൈവം അറിയാതെ ഒന്നുമില്ല എന്നല്ലേ പറയുക. നമുക്ക് നല്ലത് സംഭവിക്കുന്നതും നമുക്ക് ചീത്ത സംഭവിക്കുന്നതും എല്ലാം ദൈവം അറിഞ്ഞിട്ട് തന്നെയല്ലേ. അപ്പം നമുക്ക് ദൈവത്തിനോട് ഒന്നേ പറയുള്ളൂ, നീ തരുന്നത് എന്തും സഹിക്കാനുള്ള ശക്തി തരണം, നിനക്കെല്ലാം അറിയാലോ ദൈവമേ, ഇനി ഞാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവർക്കറിയാലോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എപ്പോഴും അങ്ങനെ എത്തിപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് ഗുരുവായൂർ എന്ന്. അപ്പോൾ എത്ര ദൂര സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത് അല്ലേ. എങ്ങനെയൊക്കെ ആൾക്കാർ വരുന്നത്, എത്ര മണിക്കൂർ ക്യൂ നിന്നിട്ടും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് അല്ലേ. അങ്ങനെയൊക്കെ പോയിട്ട് ഗുരുവായൂർ പോയിട്ട് തൊഴുമ്പോൾ അവിടെ ഉദയാസ്തമന പൂജ, പന്തീരടി പൂജ, അങ്ങനെയുള്ള പൂജകളൊക്കെ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നട അടയ്ക്കും തുറക്കും ചെയ്യുമ്പോൾ നമുക്ക് ക്യൂ മുന്നോട്ട് പോകാനായിട്ട് ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അത്രയും സമയം എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. നമ്മളോടൊപ്പം പ്രായമായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ പ്രാവശ്യം കുഴഞ്ഞു വീണിട്ട് ഗുരുവായൂർ ദേവസ്വം ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ആ ക്യൂ നിന്ന് പുറത്ത് കടത്താനും പിന്നെ സെക്യൂരിറ്റികളൊക്കെ വന്നിട്ട് നമുക്ക് കടത്താനൊന്നും ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് ഓരോരുത്തരും അല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്കും അധിക സമയം ഭക്ഷണം, പണ്ടത്തെ ചിട്ടയിൽ ജീവിക്കുന്നവർ എന്തായാലും ഭഗവാനെ കണ്ടിട്ടാണ് ഭക്ഷണം കഴിക്കുള്ളൂ എന്നൊരു തീരുമാനത്തിൽ അവർ ഭക്ഷണം കഴിക്കാതെ തന്നെയാണ് വന്ന് നിൽക്കുക. അപ്പം ഷുഗറൊക്കെ ഉള്ളവർക്ക് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷുഗർ കുറഞ്ഞ് ബുദ്ധിമുട്ടിലാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാറ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് നമുക്ക് നെയ്വിളക്കിന് ചീട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ആ ഫ്രണ്ട് ഭാഗത്തു നിന്ന് നമ്മളതിനെ കയറ്റുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്നും ബാക്കി തിക്കും തിരക്കൊക്കെ ഉണ്ടാവും, എന്നാലും അവിടെ നിന്ന് നമുക്ക് കയറാം, ബാക്കിയുള്ള ക്യൂവിൽ നിൽക്കണ്ടാന്ന്. അപ്പോൾ എല്ലാവരും പറയും പണക്കാർ മാത്രം ചീട്ടാക്കിയിട്ട് കയറുകയാണ്, പാവപ്പെട്ടവർ അപ്പോഴും ഇങ്ങനെ നിൽക്കല്ലേ, പാവപ്പെട്ടവനാക്കുന്നത് ദൈവമല്ലേ, പണക്കാരനെ പണം കൊടുക്കുന്നതും ദൈവമല്ലേ, പിന്നെ എന്താ അപ്പോൾ ദൈവം കാരണം തന്നെയല്ലേ നെയ്വിളക്ക് ചീട്ടാക്കാൻ പാവപ്പെട്ടവർക്ക് പറ്റാത്തതെന്ന് പറയും. പക്ഷേ മുഴുവൻ പണക്കാരായിട്ട് മാത്രമല്ല നെയ്വിളക്ക് ചീട്ടാക്കിയിട്ട് കാണുന്നത് കേട്ടോ.
കാരണം ഒരുപാട് ദുരിതങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ നിന്നും ഓടി വന്നിട്ട് ഒന്ന് ഗുരുവായൂരപ്പനെ കാണണം, എൻ്റെ കൃഷ്ണ എന്നൊന്ന് വിളിച്ച് ആ തിരുമുമ്പിൽ ഒന്ന് കാണുമ്പോൾ ഒരു സമാധാനമാണ്. നമ്മളെപ്പോഴും വീട്ടിലിരുന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെ പറ്റുന്ന സമയങ്ങളിൽ നമ്മൾ വിളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ആ മുന്നിലെത്തിയിട്ട് ഒന്ന് കാണുമ്പോൾ, പക്ഷെ കാണാനുള്ള സമയമില്ല. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ക്യൂ നിന്നിട്ട് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേനും നമ്മളേനെ ചെല്ലണേക്കാൾ മുന്നേ ആട്ടിപ്പായിക്കണം പോലെയാണ് ആട്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ദേഷ്യം സങ്കടം എല്ലാം കൂടി വരുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ പലർക്കും അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പലരും അത് പറയാറുണ്ട്, ഞാനും വിചാരിക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മൾ അവിടെ എത്തിയിട്ട് നടക്കിലെത്തിയിട്ട് ഗുരുവായൂരപ്പനെ കണ്ണ് തുറന്ന് കാണുന്നതിന് മുൻപ് നമ്മളതിനെ തള്ളി മാറ്റും. അപ്പോൾ ആ തള്ളി മാറ്റുമ്പോൾ അവരെ നമ്മൾ കുറ്റം പറയുകയല്ല. കാരണം ഇതുപോലെ ഒരുപാട് ഭക്തജനങ്ങൾ ഒരു പ്രവാഹം പോലെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ഥലം മാറി കൊടുത്താൽ തന്നെ പറ്റുള്ളൂ, ഇല്ല എന്ന് പറയണില്ല. എന്നാലും നമ്മളെപ്പോലുള്ളവർക്ക് ചെന്നിട്ട് ഒന്ന് കാണാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ കാണുന്നതിന് മുൻപേ നമ്മളതിനെ ആട്ടിപ്പായിക്കുന്ന പോലെ ആട്ടിപ്പായിക്കുമ്പോൾ അതൊരു മാനസിക വിഷമം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞു, നെയ്വിളക്ക് ചീട്ടാക്കുന്നത് പണക്കാർ മാത്രമല്ല പാവപ്പെട്ടവരാണെങ്കിൽ പോലും ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചിലപ്പോൾ അസുഖബാധിതരായ ആൾക്കാരുണ്ട്, അവർക്ക് ഇത്രയും സമയം ക്യൂവിൽ നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പം അവരെന്നെ അങ്ങനെ നെയ്വിളക്ക് ചീട്ടാക്കിയിട്ട് അവരുള്ളിലേക്ക് കിടക്കുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെയും സംഭവിക്കാറുണ്ട്. അല്ലാതെ സാമ്പത്തികം ഉള്ളത് കൊണ്ട് മാത്രമാവില്ല ചിലപ്പോൾ നെയ്വിളക്ക് ചീട്ടാക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞാൻ അന്ന് നിർമ്മാല്യ ദർശനത്തിന് പോയി, എൻ്റെ ഫ്രണ്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. നല്ല മഴയായിരുന്നു കേട്ടോ അന്ന്. ആ മഴയത്ത് നമ്മൾ തെക്കേ നടയെന്നാണ് തോന്നുന്നത് എനിക്ക് കേട്ടോ. തെക്കേ നടക്കിലാണ് നമ്മൾ ക്യൂ നിൽക്കുന്നത്. ആ തെക്കേ നടക്കിൽ നമ്മൾ ക്യൂ നിൽക്കുന്ന ഭാഗത്ത് മഴ പെയ്യുമ്പോൾ ശരിക്കും മഴവെള്ളം ഇങ്ങനെ ആർത്തലച്ച് നമ്മൾ ഇരിക്കുന്നവരുടെ ദേഹത്തേക്കാണ് വരുന്നുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ സീറ്റിൽ നിന്നൊക്കെ എല്ലാവരും നീട്ടി നിന്നു, പുറത്തേക്കൊക്കെ മാറി നിന്നു. അപ്പോൾ കുറേ പേർക്ക് അവിടെ സ്ഥലം, നമ്മൾ 8:30 മുതലാണ് അവിടെ, അതായത് ഞായറാഴ്ച പുലർച്ചെയാണ് നമ്മൾ തൊഴണാഴ്ച, ശനിയാഴ്ച രാത്രി നമ്മൾ പോയിട്ട് ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ആ 8:30 മണിക്ക് ക്യൂ നിൽക്കുമ്പോൾ ഓരോരുത്തർ കുളിക്കാനൊക്കെ പോയിട്ടൊക്കെ വരും. അതുപോലെ ഭക്ഷണ ചായ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് പോയിട്ട് വരും. അങ്ങനെ ഇരുന്നിട്ട് ആ സമയങ്ങളിലും അതുപോലെ ഈ മഴ പെയ്ത സമയങ്ങളിലും ഒക്കെ ആൾക്കാരോട് നീട്ട് മാറി. കാരണം ഇരിക്കാൻ പറ്റില്ല, അത്രമാത്രം വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കേട്ടോ. അപ്പോൾ അങ്ങനെ അവരവിടെ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോയ സമയത്ത് വേറെ ആൾക്കാർ വന്നിട്ട് അവിടെ സ്ഥലം പിടിച്ചു. അവർ തോർത്തുകൊണ്ടൊക്കെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് ഇരുന്നു. പിന്നെയും മഴ വരുമ്പോൾ അവരും എഴുന്നേറ്റ് നിൽക്കും അങ്ങനെയൊക്കെ. പക്ഷേ എനിക്കത് ഭയങ്കര ഫീലിംഗ് ആയി, വിഷമം തോന്നി. കാരണം നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ വെള്ളം തരാം. പക്ഷെ നമ്മൾ ക്യൂ അല്ലെങ്കിൽ വരി പോവാതിരിക്കാന്ന് വെച്ചിട്ട് നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. കാരണം സ്ഥലം പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ട്. അപ്പോൾ എത്രയോ മാത്രം മഴ കൊണ്ടിട്ട് നമ്മളവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് ശരിയാക്കി കഴിഞ്ഞാൽ, അതായത് മഴവെള്ളം വരാത്ത രീതിയിൽ ശരിയാക്കി കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണത്. വേനൽക്കാലത്ത് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല, മഴക്കാലത്ത് അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ക്യൂ നിന്നിട്ട് 2:30 മണിക്ക് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ മുന്നിലുള്ള ആ ക്യൂ ഉണ്ടല്ലോ, അവിടേക്ക് വന്നിട്ട് നിൽക്കുമ്പോൾ നട തുറക്കുന്ന സമയത്ത് നമ്മളെക്കാൾ ഉപരി നെയ്വിളക്കിനെ ചീട്ടാക്കിയവരാണ് കയറുന്നത് കേട്ടോ. നമ്മൾ ഇത്രയും ഉറക്കൊഴിച്ച് 8:30 മുതൽ കാവലിരുന്നിട്ട് അവരൊക്കെ 2:30ക്കാണ് അവിടെ ക്യൂവിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അതൊരു മാനസിക വിഷമം തന്നെയാണ് കേട്ടോ. അപ്പോൾ തോന്നും, ഒരു മാനസിക വിഷമം തോന്നും. അപ്പോൾ അത് ആർക്കായാലും ഉണ്ടാവും. കാരണം നിർമ്മാല്യ ദർശനമല്ല അപ്പോൾ കാണുന്നത്, പിന്നെ നമുക്ക് വാഗചാർത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം ഈ നെയ്വിളക്കിന് ചീട്ടാക്കിയവരാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവരൊരുവിധം കടന്നു പോയിട്ടാണ് പിന്നെ നമ്മളതിനെ കടത്തി വിടുന്നത്. അപ്പോൾ നമുക്ക് നിർമ്മാല്യ ദർശനമല്ല, വാഗചാർത്തൊക്കെയാണ്. പിന്നെ ഞാൻ ചിന്തിക്കും, എൻ്റെ കൃഷ്ണ, എല്ലാറ്റിനും നീയല്ലേ കാരണം. കാരണം നമുക്ക് നിന്നെ കാണണം എന്നുണ്ടെങ്കിലും എല്ലാം നീ ഒരാൾ അനുവദിച്ചാലേ പറ്റുള്ളൂ അല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊന്നും നടക്കില്ല. അപ്പം നമ്മൾ കാണണം, അല്ലെങ്കിൽ നമുക്ക് ഒന്നൊരു മിനിറ്റ് കണ്ടാൽ മതി വെച്ചിട്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ക്യൂവിലൊക്കെ നിന്ന് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരണ സമയത്ത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, നീ അങ്ങനെയാണ് വിചാരിച്ചേക്കണത്, ഇത്ര മതി എന്ന് ചിന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിലപ്പുറം നമ്മളൊന്നും ചിന്തിക്കാനില്ല. അപ്പോൾ എന്നാലും അവിടെ എത്താൻ പറ്റിയില്ലോ അല്ലെങ്കിൽ കാണാൻ പറ്റിയില്ലോ എന്നുള്ളതിൽ സമാധാനിച്ച് പോരുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ഇപ്പോൾ 2 പ്രാവശ്യം പോയി. 2 പ്രാവശ്യം പോയപ്പോഴും ഇതുപോലെ ക്യൂ തെക്കേ നടക്കില്ല, അപ്പുറമാണ് പകൽ കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി തെക്കേ നടക്കലല്ല പടിഞ്ഞാറ് നടക്കലേക്ക് പോയിട്ട്, തെക്കേ നടക്കിൽ പോയിട്ട് അവിടെ നിന്ന് ചുറ്റി വന്ന് പടിഞ്ഞാറ് നടക്കിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി ആ ക്യൂവിൽ നിന്ന് കഴിഞ്ഞിട്ട് കയറാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ കൊടിമരത്തിൻ്റെ താഴെ നിന്ന് തൊഴുതിട്ട് പോന്നു കേട്ടോ. മുന്നിലുള്ളത് അങ്ങനെ നിന്ന് തൊഴുതിട്ട് പോന്നു. എവിടെയാണെങ്കിലും നമ്മുടെ മനസ്സിലുണ്ട് കൃഷ്ണന് നമ്മളെ കാണാൻ കഴിയുമല്ലോ, അത്ര ആ മണ്ണിലേക്ക് ചവിട്ടുമ്പോൾ തന്നെ അതൊരു ഭാഗ്യമല്ലേ.
പിന്നെ നമ്മൾ കൊറോണ കാലത്തൊക്കെ നമ്മളതിനെ ഉള്ളിലേക്ക് കടത്തിയിട്ടുണ്ടായിരുന്നില്ല. പുറമെ ആ കവാടത്തിൻ്റെ അവിടെ നിന്നിട്ടല്ലേ തൊഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് കൊടിമരത്തിൻ്റെ ചോട്ടിൽ നിന്നാലും നമുക്ക് തൊഴാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ആൾക്കാർ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉയരമുള്ള ആൾക്കാരൊക്കെ കടന്നുകൊണ്ട് പോകുമ്പോൾ അവരുടെ ഉയരം കാരണം തടസ്സമാണ് നമുക്ക്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കാണില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണും. അങ്ങനെ ആൾക്കാർ നടന്നു പോകണില്ല, ശീവേലിയൊക്കെ ആ സമയത്തൊക്കെ അങ്ങനെ നിർത്തിയേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കൊറോണ കാലത്തും അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തൊഴുന്ന സമയത്ത് പുറത്ത് നിന്നാൽ കൂടി ശരിക്കും ക്ലിയർ ആയിട്ട് കാണാം. കാരണം ഉള്ളിലേക്ക് ആൾക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കണില്ലല്ലോ. അപ്പോൾ ആ കവാടത്തുനിന്ന് ഇങ്ങനെ കിടക്കാത്ത കാരണം കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. അപ്പം അങ്ങനെ ഗുരുവായൂരത്തെ കാര്യം അങ്ങനെ. പിന്നെ ഇനി എന്താണെന്ന് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തിരുവൈരാണിക്കുളം നടതുറപ്പ് മഹോത്സവം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും തിരുവാതിര സമയത്താണല്ലോ. 12 ദിവസമാണ് നട തുറക്കുക അല്ലേ. അങ്ങനെ ഈ തിരുവാതിരയ്ക്ക് നട തുറന്നിട്ട് നമുക്ക് ഈ ജനുവരി 13 ചൊവ്വാഴ്ചയാണ് നട അടയ്ക്കുന്ന ദിവസം കേട്ടോ. അപ്പം നമുക്ക് ഓരോരോ കാര്യങ്ങളെ കൊണ്ടും ഞങ്ങൾ തൊട്ടടുത്ത വീട്ടുകാർ കൂടിയിട്ട് ഇങ്ങനെ പോവാനായിട്ട് തീരുമാനിച്ചിട്ട് നമുക്ക് ഓരോരുത്തരും അവരവരുടെ ജീവിതമാർഗ്ഗങ്ങളായിട്ട് ഓരോരുത്തരും ഓരോ ചെറിയ ചെറിയ ജോലികൾക്ക് പോകുന്നവരാണ്. അപ്പോൾ ലീവ് കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അങ്ങനെ നമ്മൾ ഞായറാഴ്ചയ്ക്ക് തീരുമാനിച്ചിട്ട് ഞായറാഴ്ചയാണ് പോയത് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തുമ്പോൾ 3:30-4 മണിയൊക്കെ ആകുമ്പോൾ എത്തിക്കഴിഞ്ഞാലും നമുക്ക് തൊഴുത് പോരുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും തൊഴുത് പോരുമ്പോൾ നമുക്കിവിടെ രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഞങ്ങൾ എത്താറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ പോയി. പിന്നെ മാത്രമല്ല ഉച്ചയ്ക്ക് പോകുന്നത് കൊണ്ട് എനിക്ക് എന്താ ഒരു ഗുണം വെച്ചാൽ അമ്മയ്ക്ക് ഭക്ഷണം ഇൻസുലിനൊക്കെ കൊടുത്തതിന് ശേഷം പ്രഷർ വീട്ടിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ രാത്രി വരുമ്പോഴത്തേനും ഇനി 10 മണി ആയാലും പ്രശ്നമില്ല. എന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഭക്ഷണം കൊടുത്തോളൂല്ലോ. അപ്പോൾ ഇൻസുലിനും കാര്യങ്ങളും ഒരു നേരം നമ്മൾ പറഞ്ഞു കൊടുത്താലും അവരത് ചെയ്ത് കൊടുക്കും. മെഡിസിനുകളൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ പോയിട്ട് വരുമ്പോൾ എനിക്കും ഒരു സമാധാനം, അവർക്കും അല്ല അമ്മയ്ക്കും ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് നോക്കാനായിട്ട് പറ്റും. അങ്ങനെ അപ്പോൾ ഇന്നലെ ഞങ്ങൾ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്ക് പോയി. ഇതുവരെ എനിക്ക് അവിടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അത്രമാത്രം നമ്മൾ ദൂരേക്ക് അവിടെ എന്തെന്നാണ് വേറൊരു ശിവക്ഷേത്രം കൂടി ഉണ്ട് അതിൻ്റെ അപ്പുറത്ത്. ആ ശിവക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു പറമ്പിലാണ് നമ്മളതിനെ ക്യൂ ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവിടുന്ന് ചുറ്റും വീടുകളുള്ള സ്ഥലങ്ങളാണ്, ചെറിയൊരു റോഡാണ്. ആ റോഡിൽ കൂടെ നമ്മൾ വന്നിട്ട് പിന്നെ അവിടെ തന്നെ വേറൊരു പറമ്പുണ്ടായിരുന്നു. ആ തേക്കൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു പറമ്പാണ്. ആ പറമ്പിൻ്റെ അവിടെ തന്നെ നമുക്ക് ഒരു 20-25 ഇങ്ങനെ മുളകാലുകൾ കെട്ടിയിട്ടുള്ള ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരിക, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരിക, ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് തല ചുറ്റുന്ന പോലെ ആവും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ വീണ്ടും ക്ഷേത്രത്തിലേക്ക് ആ റോട്ടിൽ കൂടെ തന്നെ ക്ഷേത്രത്തിൻ്റെ കവാടത്തിൻ്റെ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ക്ഷേത്രത്തിൽ ക്യൂ നിൽക്കുന്നത്. അതും ഒരു 25-30 ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ചുറ്റിയിട്ട് എനിക്ക് അവിടെ എത്തുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും വയ്യാതെ കേട്ടോ. പിന്നെ കാലുകൊണ്ട് എനിക്ക് അത്ര പറ്റുന്നതല്ലല്ലോ, അങ്ങനെ കൂടുതൽ സമയം നിൽക്കാനൊന്നും പറ്റില്ല. പിന്നെ നമുക്ക് നടക്കാൻ മാത്രമല്ല ചെരുപ്പില്ലാണ്ട് നമ്മൾ നല്ല കൂർത്ത കല്ലുകളാണ് കിടക്കുന്നത് കേട്ടോ. നമ്മുടെ കാലിലൊക്കെ അങ്ങനെ കുത്തിയിട്ട് നടക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് ഇന്നിപ്പോൾ എനിക്ക് കാല് നിലത്ത് വെക്കാൻ പറ്റണില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ഞാൻ പറഞ്ഞു തേക്ക് മരങ്ങളൊക്കെ നിൽക്കുന്ന ഒരു പറമ്പിൽ നമ്മളതിനെ ക്യൂ നിർത്തി ഒരു 10-25 ക്യൂ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുന്നത്. അതിൽ നിൽക്കുന്ന സമയത്ത് നല്ല മഴ, ശക്തിയായില്ല എന്നാലും അത്യാവശ്യം ശക്തിയിൽ ഒരു മഴ വന്നു. ആ മഴയത്ത് എല്ലാവരും കുറേ പേര് ഓടിപ്പോയി. ഞാൻ അപ്പോഴും ചിന്തിച്ചു, എന്നോട് പ്രജിയൊക്കെ ചോദിച്ചു എന്താ ചേച്ചി ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഭഗവതി നമ്മൾക്ക് കാണാനുള്ള ഒരു സാഹചര്യം ഭഗവതിയല്ല തീരുമാനിക്കേണ്ടത്, ഭഗവതി എന്താ തീരുമാനിച്ചാൽ നടക്കട്ടെ. ഇത്രയും കാശ് ചിലവാക്കിയിട്ട് നമ്മൾ വന്നു, തൊഴാതെ പോണത് ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും എത്ര വൈകിയാലും നിൽക്കാൻ തന്നെ തീരുമാനിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അവസാനം നമ്മൾ നടക്കിലെത്തുകയാണ്. നടക്കിലെത്തുന്നതിൻ്റെ മുന്നേ ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ നമ്മൾ മനുഷ്യർ തന്നെ പല രീതിയിൽ നമ്മൾ എല്ലാവരും ഈ ഭഗവതീനെ കാണാനാണ് ഈ നടതുറപ്പ് മഹോത്സവ സമയത്ത് വരുന്നത്. പക്ഷേ അതിലും കുറേ സാമർത്ഥ്യം കാണിക്കുന്ന ആൾക്കാരുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയിൽ കൂടെ കയറുക. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ക്യൂവിൽ ഇങ്ങനെ നിന്നിട്ട് പ്രജയുടെ ചെറിയ കുട്ടീനെ അവളുടെ വീട്ടിലാക്കിയിട്ടാണ് പോന്നേക്കണം. ഞാൻ അമ്മേനെ അവളുടെ വീട്ടിലാക്കിയിട്ടാണ് പോന്നേക്കുന്നത്. ഇവിടുന്ന് നമ്മുടെ കൂട്ടത്തിൽ വന്നവരും ഇതുപോലെ അവരവരുടെ വീട്ടിലത്തെ ഓരോ സാഹചര്യങ്ങളും അനുസരിച്ചിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അപ്പം നമുക്കൊക്കെ മാനസികമായിട്ട് ടെൻഷൻ, വൈകുന്തോറും ഈ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. പിന്നെ മാത്രമല്ല ഇടയിൽ ആൾക്കാരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറുക. പിന്നെ അപ്പം നമ്മൾ നമ്മുടെ വരിയിൽ നിൽക്കുന്നവരല്ലാണ്ട് പിന്നിലേക്ക് പോവുക. പിന്നെ അത് മാത്രമല്ല
നടക്കിലേക്ക് എത്തുമ്പോൾ ഇനി 10 മിനിറ്റേ ഉള്ളൂ, 10 മിനിറ്റ് കഴിഞ്ഞാൽ നട അടയ്ക്കും, പിന്നെ പുലർച്ചെ 4 മണിക്കേ തുറക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടോട് കൂടിയിട്ട് എവിടെ നിന്നൊക്കെ ആൾക്കാർ തിക്കി തിരക്കി വന്നതെന്നറിയില്ല. ഞാൻ ആ കമ്പിയുടെ ഉള്ളിൽ ജാമായി കേട്ടോ. എനിക്ക് ശ്വാസം കിട്ടണില്ല. എൻ്റെ ഈ നെഞ്ച് മുതൽ വയറ് വരെ കമ്പിയടിയുടെ ഉള്ളിലാണ്. അപ്പോൾ അവസാനം സെക്യൂരിറ്റി എന്നോട് ചോദിച്ചു, എന്താ ചേച്ചി അങ്ങടെ പോണേ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അത്രയ്ക്കും ദേഷ്യം സങ്കടം എല്ലാം കൂടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ തിക്കിയിട്ടാണ് ഈ വന്നിരിക്കുന്നത്, എനിക്ക് ശ്വാസം കിട്ടണില്ല. ചേട്ടൻ ചോദിക്കുമ്പോൾ ഞാൻ മിണ്ടാതെ നിന്നേ പറഞ്ഞു ഞാൻ. കാരണം എനിക്ക് പറയാൻ പറ്റാൻ, ഞാൻ ഒന്ന് ശ്വാസം എടുക്കാൻ പറ്റണ്ടേ, ആ രീതിയിലാണ് ഞാൻ നിന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നടക്കിലെത്തി തൊഴുതു, സുഖമായിട്ട് തൊഴുതു കേട്ടോ. അതായത് കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ നമ്മൾ സുഖമായിട്ട് തൊഴുതു. പിന്നെ ഞങ്ങൾ എവിടേക്കും തിരിഞ്ഞില്ല. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു തൊഴുത് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ കിട്ടു. അപ്പോൾ പ്രാവശ്യം ഞാൻ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് വിചാരിച്ചില്ല. പക്ഷേ എന്നാലും എല്ലായിടത്തും ഒന്ന് ചുറ്റി നടന്ന് കാണണം, പറ്റുന്നത് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം, പ്രസാദം വാങ്ങിക്കണം. മുന്നിലൊരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ നമ്മൾ മുന്നേ പോയപ്പോൾ തൊഴുതിട്ടുണ്ട്. അപ്പോൾ അവിടെയും തൊഴണം എന്നൊക്കെ ചിന്തിച്ചതായിരുന്നു. ഇപ്രാവശ്യം അവിടെ ഒന്നും പോയില്ല. ഇവിടുന്ന് നമ്മളൊരു പ്രസാദ കിറ്റ് വാങ്ങി എന്നല്ലാതെ വേറെ ഒന്നും വാങ്ങിച്ചില്ല. കാരണം നമ്മൾ വാടകയ്ക്ക് വണ്ടി വിളിച്ചിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ വാടകയ്ക്ക് വണ്ടി വിളിച്ച് വന്നിട്ട് നമ്മൾ ഇത്രയും 5 മണിക്ക് ക്യൂ നിന്നിട്ട് 10 മണിക്കാണ് നമ്മൾ നടക്കിലെത്തുന്നത്. 5 മണിക്കൂർ ക്യൂ നിൽക്കല്ല, ക്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 10 മണിക്കാണ് ഭഗവതീൻ്റെ ദർശനം കിട്ടുന്നത്. അതുപോലെ തന്നെ ശിവഭഗവാന്റെ ദർശനം കഴിഞ്ഞു. ചുറ്റുള്ള ഉപദേവതകളെയൊക്കെ ദർശിച്ചതിന് ശേഷം നമ്മൾ പുറത്ത് കയറുന്ന ഓടി ഞങ്ങൾ വേഗം വണ്ടിയുടെ അവിടെ കേട്ടോ. കാരണം വണ്ടി പ്രാവശ്യം ഈ അമ്പലത്തിന് മുൻപിലൊരു പാർക്കിംഗ് സ്ഥലമുണ്ട്, ആ കൃഷ്ണൻ്റെ അമ്പലത്തേക്ക് പോകുന്നിടത്ത് അവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്യാറുണ്ടാവുന്നത്. പക്ഷേ ഇപ്രാവശ്യം ആ റോഡിലേക്ക് തന്നെ തിരിയാൻ പറ്റണില്ല, അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പോൾ ചിലപ്പോൾ നട അടയ്ക്കേണ്ട സമയമായി, അവസാനത്തെ ഞായറാഴ്ച അല്ല, അതുകൊണ്ടായിരിക്കാം. പിന്നെ അപ്പോൾ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ തേക്ക് മരങ്ങളൊക്കെ ഉള്ള പറമ്പിൽ നമ്മളതിനെ ക്യൂ നിർത്തി എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ചിന്തിച്ചു, രാവിലെ വരുന്ന ആൾക്കാർ ഇതുപോലെ ക്യൂ നിൽക്കുമ്പോൾ നല്ല വെയിലുള്ള സമയമായിരിക്കും. അപ്പോൾ ഒരു ടാർപ്പായ കൊണ്ട് ഒരു ഷീറ്റോ എന്തെങ്കിലും കെട്ടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെയിൽ കൊള്ളില്ല, അല്ലെങ്കിൽ ക്ഷീണം തളർച്ചയുമായിട്ട് ആൾക്കാർക്ക് വയ്യാതെയാവും. എന്നിട്ട് തന്നെ ഇന്നലെ 2-3 പേർക്ക് ഷുഗറൊക്കെ കുറഞ്ഞു വയർത്തു. അവർ ക്ഷീണ പറഞ്ഞിട്ട് വന്നിരുന്നു. പക്ഷേ എനിക്ക് മനസ്സിലായി അവർക്ക് ഷുഗർ കുറഞ്ഞതാണ്. അപ്പോൾ അവിടെ വെള്ളം ബിസ്ക്കറ്റും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ആ ചേച്ചിക്ക് കുറച്ച് വെള്ളം ബിസ്ക്കറ്റും കൊടുക്കൂ, അവർക്ക് ഷുഗർ കുറഞ്ഞിട്ടാണ് തോന്നുന്നുണ്ട്, നന്നായി വയർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരെ തൊട്ട് നോക്കിയപ്പോൾ തണുപ്പും ഉണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് വെള്ളം ബിസ്ക്കറ്റും കൊടുത്തത് കഴിച്ച് അവർ കുറച്ച് നേരമൊക്കെ ഇരുന്നു. അങ്ങനെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകളാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പകൽ വെയിൽ സമയത്ത് വരുമ്പോൾ ഇങ്ങനെ ടാർപ്പായ ഷീറ്റെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അതൊരു തണൽ കിട്ടും. പിന്നെ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് മഴ പെയ്തപ്പോൾ ഞങ്ങൾ മഴയത്ത് നിന്നു എന്ന് പറഞ്ഞു. ആ മഴ സമയത്തും ഇതുപോലെ ടാർപ്പൺ കൊണ്ട് നമുക്ക് അവരവിടെ ഷീറ്റ് മേഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഒരു മഴ കൊള്ളാതെ നിൽക്കാനുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. മഴ പെയ്തപ്പോൾ കുറേ പേര് ഓടി, അങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ നമ്മൾ ഈ സമയങ്ങളിൽ ഇത്രയും തിക്കും തിരക്കും വരും എന്നുള്ളത് കൊണ്ടാണല്ലോ അവിടെയൊക്കെ അവർ മുള കൊണ്ട് കെട്ടിയിട്ട് കയറൊക്കെ കെട്ടിയിട്ട് വരികളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംവിധാനം കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു കാര്യം അവിടെ. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ക്യൂവിൽ നിന്നപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റി. നമ്മൾ ചെന്നു, ഇതാണ് വരി എന്ന് പറഞ്ഞു. നമ്മൾ നടക്കുന്ന വരിയിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് വെർച്വൽ ക്യൂ ആണെന്ന് മനസ്സിലായത്. നമുക്ക് സാധാരണ പാസ്സൊന്നും ഇല്ലാതെ തൊഴാൻ പോകുന്നവർക്ക് വേറെ സൈഡിൽ കൂടെ പോകുമായിരുന്നു. അപ്പോൾ അതും ഒരു അബദ്ധം പറ്റി. അപ്പോൾ എല്ലായിടത്തും ഇപ്പം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ പറയും പണമുള്ളവർ നന്നായി തൊഴാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന്. പക്ഷേ ഈ പണമുള്ളവരേനും വെർച്വൽ ക്യൂ എടുത്തു കഴിഞ്ഞാലും അത് അപ്പുറത്ത് കൂടെ പോയിട്ട് വന്നാൽ നടക്കിലേക്ക് നമ്മളെ ഒന്നിച്ചാണ് കടത്തി വിടുന്നത്. പിന്നെ മാത്രമല്ല, ഇപ്പം എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയായി. അപ്പോൾ ഇനിയൊക്കെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് തൊഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് കഷ്ടമുള്ളൊരു കാര്യമായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം ഇതുപോലെയൊക്കെ അങ്ങനെ പറ്റുകയെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എത്തുമ്പോൾ 1:30 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനാച്ചാൽ ഉച്ചയ്ക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാറില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ 4 മണിക്ക് നമ്മളൊരു ചായയെങ്കിലും കുടിച്ച് വെച്ചാൽ എനിക്കതുണ്ടായിരുന്നു. അപ്പോൾ പൊതുവേ എനിക്ക് തലവേദനയായിട്ട് ഞാൻ പറഞ്ഞു, 4-5 ദിവസമായി തലവേദനയാണ്. അപ്പോൾ ഈ ഗ്യാസ് കയറിക്കഴിഞ്ഞാൽ മൈഗ്രെയിൻ കൂടുകയുള്ളൂ. പിന്നെ തുള്ളി വെള്ളം നമ്മൾ കുടിച്ചിട്ടില്ല. അപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ വരുമെന്നുള്ള പേടിയും എനിക്കുണ്ടായിരുന്നു. പിന്നെ നടന്നിട്ട് ഈ 5 മണിക്കൂർ നടപ്പാണ്, നിപ്പല്ല, നമ്മളവിടെ നടക്കുകയാണ്. അപ്പോൾ ഈ 5 മണിക്കൂർ നടന്നിട്ടും അതും എനിക്കൊരു വിഷമമായി. പിന്നെ കാലിൻ്റെ അടിയൊക്കെ നമ്മൾ നിലത്ത് കാല് ചവിട്ടാൻ പറ്റണില്ല. പക്ഷേ എന്നാലും ഞാൻ രാവിലെ സാധാരണ എഴുന്നേൽക്കണ പോലെ എഴുന്നേറ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തി ചോറും കറിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം എന്നാലും ക്ഷേത്രങ്ങളിലേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇനിയൊക്കെ മനസ്സുകൊണ്ട് നമ്മൾ എല്ലാവരെയും വിചാരിക്കുക. അല്ലെങ്കിൽ നട തുറപ്പില്ലാത്ത സമയത്ത് ഭഗവതിനെ കാണാൻ ഈ തിരക്കിൽ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്, തിരുവനന്തപുരം മുതൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നിട്ട് കണ്ടു പോകുമ്പോൾ എല്ലാവർക്കും ഇതേ തിക്കും തിരക്ക് തന്നെയാണ്, എനിക്ക് മാത്രമല്ല. പക്ഷേ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്.
തന്നെയാണ്. എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്താലും നമ്മൾ പോകുന്നവരും അതുപോലെ ശ്രദ്ധിക്കുക വേണം. അപ്പോൾ ഇതുവരെ എനിക്ക് അനുഭവിക്കാത്ത ഒരു തിരുവൈരാണിക്കുളം യാത്രയാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ അതൊന്നും നിങ്ങളായിട്ട് ഞാൻ പങ്കുവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.